ചേട്ടന്റെ സൗണ്ട് സുധിച്ചേട്ടന് 3 വേരിയേഷൻ ഉണ്ട്. സുധിച്ചേട്ടനോടൊന്ന് ഫോൺ വിളിക്കുകയാണെങ്കിൽ ഞാൻ സുധിച്ചേട്ടനോട് സംസാരിക്കാം. പ്രചോദനം ഒന്ന് വിളിക്കാം. അല്ല ആരെങ്കിലും വിളിച്ചാൽ മതി. ഹലോ ഹലോ പ്രചോദയ പറയടാ. ഓ എടാ ഒരുപാട് സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കണ്ടു. ഭയങ്കര രസമായിട്ടുണ്ട്. എവിടെ കോഴിക്കോടാ. ഞാൻ ചെറിയ നമ്മുടെ ഷോ നാട്ടിലെ ചെറിയൊരു മാട്ടപരിപാടി കേട്ടു. ആണല്ലേ? വലിയ പേയ്മെന്റ് ഒന്നുമില്ല. അങ്ങനെ ചെറിയ പരിപാടി. അസീസ് എടാ നീ എന്നടാ മിണ്ടാത്തെ? നിനക്ക് ജാടയാണോ? അപ്പോൾ മഴവില്ല് തേൻമഴയായി ആ മഴ ആദ്യാനുരാഗമായി ഇതുവരെ അറിയാത്ത നൊമ്പരമെൻ ആത്മാവിൽ ഞാൻ അറിഞ്ഞു. അരുവിയായി പല വഴി അലഞ്ഞതെല്ലാം അഴകെ നിന്നരികിലേക്കായിരുന്നു. സൗന്ദര്യം ഏത് തരത്തിലുള്ള സൗന്ദര്യമാണ് നമ്മൾ വിചാരിക്കില്ല ചിലരെ കാണുമ്പോൾ ഏറ്റവും ഭംഗി അവരായിരിക്കും. ഞാൻ കണ്ടതിൽ അല്ല ചിലപ്പോൾ ചിലർക്ക് ഞാൻ കണ്ടതിൽ ഏറ്റവും സുന്ദരൻ മമ്മൂക്കയാണ്. അങ്ങനെ പലർക്കും തോന്നും. അത്തറ് പൂശിനി ചാരല്ലേ ഉമ്മ 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 എന്ന് നീട്ടി വിളിക്കുമ്പോ മറുപടി തരാൻ അപ്പുറത്ത് ആ ഒരാളില്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അതായിരിക്കും. AD 632 ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹിക്കും ളുഹറിനും മധ്യസമയം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിച്ച് അവിടുത്തെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടുത്തെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല ചായ്ച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ആ വിയർപ്പ് തുള്ളികളെ തന്റെ കരങ്ങൾ കൊണ്ട് തുടച്ചു നീക്കുന്നുണ്ട്. പരിശുദ്ധ റസൂലിന്റെ വഫാത്തിന്റെ അവസാനത്തെ നിമിഷങ്ങൾ അവിടുത്തെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. മദീന ആകെ മൂകതയിലേക്ക് നീങ്ങി. സ്വഹാബത്തിന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അവർ പരിഭ്രാന്തരായി. ചിലർ ബോധരഹിതരായി വീണു. ചിലർ ഒറ്റപ്പെട്ടിരുന്ന് കരയാൻ തുടങ്ങി. എല്ലാ ജീവജാലങ്ങളും കണ്ണീരിലാകുന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, 100 പേർ 100 കാരണങ്ങളാൽ നിങ്ങളെ വിട്ടുപോയി എന്ന് വന്നേക്കും. പക്ഷേ നിങ്ങളെ വിട്ടുപോകാൻ 100 കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. പക്ഷെ ഒരാളെങ്കിലും ജീവിതത്തിൽ എത്രമാത്രം നിങ്ങൾ വെറുപ്പിച്ചാലും വിട്ടുപോകാത്തവരായിട്ടുണ്ടെങ്കിൽ കരുതിക്കൊള്ളൂ, നിങ്ങളിലുള്ള 100 കുറ്റങ്ങൾ കണ്ടിട്ടും വിട്ടുപോകാതെ അവശേഷിക്കുന്നത് ആ 100 കുറ്റങ്ങൾക്കിടയിലും അവർ നിങ്ങളുടെ ഒരു ഗുണം കണ്ടു നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരാണ്. നമുക്ക് വിട്ടുപിരിയണമെന്നുണ്ടെങ്കിൽ 100 കാരണങ്ങൾ കണ്ടെത്താം. ഇനി കൂടെ നിൽക്കണമെന്നാണെങ്കിലോ ആ 100 കാരണങ്ങൾക്കും അപ്പുറം ഒരു നല്ല ഗുണമുണ്ടാവും. അത് കണ്ടെത്താൻ ശ്രമിക്കണം. അമ്മേ ഞാൻ പെണ്ണായി. ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആട്ടുകല്ലേന്ന് വിളിക്കാം. ആട്ടുകല്ലേ. ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. അമ്മൂടെ അമ്മ അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. മുത്തശ്ശി. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. അളിയോ താനാരാ? അളിയൻ. അളിയോ താനാരാ വിളിക്കണേ? അളിയനെ. അളിയോ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. അച്ഛാ, ആരാ അപ്പൊ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആണാ? ആരാ ഈ വനജ? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ഞാൻ വിചാരിച്ച തലച്ചോറ് പുറത്തേക്കൊന്നാണ്. അതിന് തലക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. അച്ഛൻ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നത്? സോറി. എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? മോനെ,
അച്ഛനെയും അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സിഗരറ്റൊന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ എന്ന ബീഡി മതി. ഹലോ, ഈ ബോർഡും തുടക്കണമല്ലോ. എന്താ നിനക്ക് കയ്യില്ലേ? അത്താഴം വേണ്ട എനിക്ക് ദൈവേ, എന്റെ അച്ഛന് മാത്രം മതി. കുമ്പായി കുച്ചാണ്ട് എന്റെ പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. വയറ് കറ്റാളി എന്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴക്കണുമാ. അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ആരോ പറഞ്ഞോ ഞാൻ കണ്ടതുരാക്കരമാണെന്നാരോ പറഞ്ഞു. ഏഴഴകും കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെ നാരോ പറഞ്ഞു. दिल का जो हाल है वो तुझे कैसे बयां करे, कह दे तुझे दिल में रखे बोलो ना क्या करे. दिल जो तुम्हारा है कैसा बेचारा है, मान लो बेशरम दिल को बता रहा है. तू करे दिल बेकरार